ധ്യാന ശ്ലോകത്തോടു കൂടി ഇന്നത്തെ നിത്യപാരായണ ശ്രീകൃഷ്ണഗാഥ ആരംഭിക്കുകയാണ്. ഇന്ന് 28-ാം ദിവസത്തെ പാരായണം, ചിങ്ങമാസം 27-ാം തീയതി. കുചേല ഗതിയാണ് പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓം നമോ ഭഗവതി വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. കേരളക്കരയിൽ ഉത്തരാഗ്രഭുവി കോലഭൂപനുടെ തോഴനായി കൃഷ്ണഗാഥ വിരചിച്ച വിപ്രകവി താമസിച്ചൊരു ചിറക്കലിൽ ബാലഭൂതിലകമായി മേവിടുന്നൊരു ദേശമായ കടലായി. മേവിടുന്ന നവനീത കൃഷ്ണ പരിപാഹി മാം ഭുവനരക്ഷക. മേവിടുന്ന നവനീത കൃഷ്ണ പരിപാഹി മാം ഭുവനരക്ഷക. ഓം തത്സത്. ചാച്ചയും ചേച്ചേ കൃഷ്ണ ഹരി ജയ. കൃഷ്ണ ഹരി ജയ. കൃഷ്ണ ഹരി ജയ. കൃഷ്ണ ഹരി. കൃഷ്ണ ഹരി ജയ. കൃഷ്ണ ഹരി ജയ. കൃഷ്ണ ഹരി ജയ. കൃഷ്ണ ഹരി. ഇന്നീര തന്നൂടെ പുഞ്ചിരിയായോരു ചന്ദ്രികാമയിൽ പരക്കയാലേ പാലാഴി വെള്ളത്തിൽ മുങ്ങി നിന്നിടുന്ന നീലാഭമായോരു ശൈലം പോലെ മേവി നിന്നിടുന്ന ദൈവതം തന്നെ ഞാൻ കൈവണങ്ങിടുന്നേ കാത്തുകൊള്ളുവാൻ. കീർത്തിയെ വാഴ്ത്തുവാൻ ഓർത്തു നിന്നിടുമെൻ ആർത്തിയെ തീർത്തു തുണയ്ക്കേണമേ. കൃഷ്ണ ഹരി ജയ. കൃഷ്ണ ഹരി ജയ. കൃഷ്ണ ഹരി ജയ. കൃഷ്ണ ഹരി. ചാച്ചയും വീഴ്ചയും ചേർച്ചയും പൂണ്ടവർ കാഴ്ചയും കൊണ്ടല്ലോ വന്നു ന്യായം. വീഴ്ചയിൽ വന്ന് നീ വാച്ചു നിന്നിടുന്ന കാഴ്ചയായെന്തോന്നു കൊണ്ടുപോന്നു. അല്പമെന്നിടിയിലും മൽപ്രിയമാകയാൽ ചൊൽപ്പെറ്റു നിന്നൂരു കാഴ്ചയത്രേ. ഇങ്ങനെ കേട്ടുള്ളോരാരണൻ പിന്നെയും പൊങ്ങിന നാണവും കൊണ്ടു നേരെ ദീനനായി നിന്നു നൽകാഴ്ചയും നൽകാതെ ആനനം തന്നെയും താഴ്ത്തും നേരം. പുഞ്ചിരി തൂകിക്കൊണ്ടഞ്ജന വർണ്ണൻ താൻ അഞ്ചാതെ ചെന്നങ്ങു നിന്നു. പിന്നെ ചേലതൻ മൂലയിൽ കെട്ടിനതെന്തെന്നു ലീലയായി ചൊല്ലി വലിച്ചു നേരെ. നെല്ലെന്നഴിച്ചു തൻ മുന്നിലങ്ങാക്കിനാൻ നല്ല വീലായതു കാഴ്ച തന്നെ. നിത്യമായി ഇങ്ങനെ ശ്രദ്ധ പിന്നിടുന്നത് എത്ര നാളുണ്ടവിൽ തിന്മതിനായി. എത്രയും നല്ലൊരു കാഴ്ചയായി വന്നിതു ഭദ്രനായുള്ള നീ തന്നതിപ്പോൾ. ഇങ്ങനെ ചൊന്നൊരു മുഷ്ടിയാൽ വാരിനാൻ മംഗലം നൽകുവാനാരണനായി. പാൽവെണ്ണയുണ്ടുവ എന്നു നിന്നിടുന്ന വായിലങ്ങാക്കിനാൻ വാഞ്ചയോടെ. ആശ്വസിച്ചിടിനാൻ ആസ്വദിച്ചിടിനാൻ അമ്പോടു ആശ്രിത വത്സലനായ ദേവൻ. കല്ലും നെല്ലും കടിച്ചു നിന്നുണ്ടായ പല്ലുകൾ നോവു തളർന്ന നേരം. മെല്ലവേ വാരിനാൻ പിന്നെയും നല്ലവിൽ പല്ലവം വെല്ലുന്ന പാണിയാലേ. ആഗ്രഹിയായി നിന്നാനനം തന്നിലിട്ട് ആസ്വദിച്ചിടുവാനോങ്ങും നേരം. പെട്ടെന്നു ചെന്നു നിന്നിന്ദിര താനതു തട്ടിക്കളഞ്ഞു വീരഞ്ഞു ചൊന്നാൾ. ഉറ്റവനെന്നുമ്പോഴിങ്ങനെ
എങ്ങനെ വിറ്റതോ ചിന്തിച്ചാൽ ചേരുമല്ലോ. വറ്റാതൂരമ്പൂ കൊണ്ടാരണൻ എന്നെ നീ മുറ്റമടിക്കുമാറാക്കൊല്ലാതെ. എന്നും ഈ കൽകളും നെൽകളും തിങ്കിൽ നീ എന്നുടെ വേലകളാവതല്ലേ. ഇങ്ങനെ ചൊന്നിനൂരിന്നീര പിന്നെയും ഇന്നൂരോരാണൻ മെയ്യിലെങ്ങും കൺമൂന കൊണ്ടങ്ങു കാലത്തുണർന്നങ്ങു യാത്രയും ചൊന്നുടൻ ചാലത്തു നിന്നിങ്ങു പോരും നേരം. തന്നിലെ നന്ദി ഞാൻ എന്നുടെ വാഞ്ചകൾ ഒന്നുമേ ചൊല്ലുവാൻ വല്ലില്ലല്ലോ. ഇല്ലത്തു ചെല്ലുമ്പോൾ ചൊല്ലുവതെന്തു ഞാൻ വല്ലഭ വന്നങ്ങു വന്നിക്കുമ്പോൾ. ഏറിയിരുന്ന ദാനത്തെയും കൊണ്ടു ഞാൻ വഴി ചൊല്ലുന്നതെന്നു നന്ദി. ആശയും പൂണ്ടങ്ങു നോക്കുമ്പോഴല്ലോ ഞാൻ വിഷവും കൂടാതെ ചെല്ലുന്നിപ്പോൾ. വ്യാധി പൂക്കിയിടുന്ന ചേലയാലൊന്നു ഞാൻ യാചിച്ചു നിന്നാകിൽ തന്നതും താൻ. ഏതുമേതൊന്നുമേ തോന്നിയില്ല തന്നേരം മന്ദന്മാർക്കങ്ങിനെ വന്നു ന്യായം. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹര കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കൃഷ്ണ പരമാത്മനേ നമഃ. ഓം തത്സത്. എന്നതു ഇന്നൂമേ തോന്നിയിലായ നേരം മന്ദന്മാർക്കങ്ങനെ വന്നു ന്യായം. ചേലയോ വേണ്ടിയില്ല പൈലത്തെ തന്നെയും ലീലയായി ചൊൽവാനും തോന്നിയില്ലല്ലോ. 10 നാളാകിലും പട്ടിണി കൂടാതെ പത്നിയെ പാലിക്കാമെന്നോർത്തല്ലോ. ദീർഘമായുള്ളൊരു മാർഗവും പിന്നിട്ടു ഭാഗ്യമില്ലാതെ നാളൊന്നു മോശ. പത്മവിലോചനൻ തന്നൂടെ ശീലമോ കൽപ്പകശാഖിയെ പോലെയല്ലോ. ചാരത്തു ചെന്നിടിൽ വാഞ്ചിതം നൽകിയിടും ദൂരത്തു നിന്നിടിലൊന്നു മേശ. ചാരത്തു ചെന്ന ഞാൻ യാചിച്ചു നിന്നാകിൽ പൂരിച്ചു നിന്നതും വാഞ്ചയെല്ലാം. പണ്ടു ഞാൻ ചെയ്തുള്ള പാപങ്ങൾ കൊണ്ടല്ലോ മിണ്ടുവാൻ വല്ലാതെ വന്നതപ്പോൾ. എന്തതു സന്തതം ചിന്തിച്ചു നിന്നിനി വെന്തു വെന്തിടുവാനുള്ള മേറ്റം. നിർഗതനായവൻ ഇങ്ങനെ ചിന്തിച്ചു സൽഗതിയായി വന്ന കാർവർണ്ണനെ. കണ്ടതു കൊണ്ടുള്ള സന്തോഷം പൂണ്ടു ഇണ്ടലും കൈവിട്ടു പോയി. തന്നൂടെ ഗേഹത്തിൻ ചാരത്തു ചെന്നപ്പോൾ വന്നൊരു തെന്നലെ പാർത്തു നിന്നാർ. സൗരഭ്യമാണ്ടൊരു തെന്നലെന്തിങ്ങിനെ ചാരത്തു വീവാനി കാനനത്തിൽ. എന്തതിൻ കാരണമെന്നങ്ങു തന്നിലെ ചിന്തിച്ചു പിന്നെയും നിന്ന നേരം. താവി നിന്നിടുന്ന പൂവുകൾ മേവുന്ന കാവുകൾ കാണായി നീളെ നീളെ. മേളമെയ്യെന്നുള്ള താമര പൊയ്കയും നീളവേ കാണായി നിന്നതെങ്ങും. എന്തിരിന്നിങ്ങനെ ചിന്തിച്ചു നിന്നവർ ചെന്നു തുടങ്ങി. ഞാനങ്ങു തന്നെ
പ്രാഭവം കോലുമ പ്രാകാരം തന്നെയും പ്രാസാദജാലവും കാണായപ്പോൾ ആരുടെ മന്ദിരം പോലിതെന്നിങ്ങനെ കാരം തന്നുള്ളിലെ നണ്ണി ഗോപുരവാതിലകത്തു പുക്കെങ്ങുമേ വ്യാപരിച്ചിടി ഞാൻ കണ്ണുകൊണ്ടേ ചൊൽക്കൊണ്ടു നിന്നുള്ള പുൽക്കൊണ്ടം കാണായി നിൽക്കുന്നതോരോരോ ദിക്കുതോറും രത്നങ്ങൾ കൊണ്ടുള്ള വേദികൾ കാണായി മുത്തുകൾ കൊണ്ടു വിധാനങ്ങളും നീടുറ്റു നിന്നുള്ള നാടകശാലയിൽ ആടി നിന്നമ്പോടു പാടിപ്പാടി ഓലക്കം പൂണ്ടു വിളങ്ങി നിന്നിടുന്ന ബാലികമാരെയും ചാലെ കണ്ടാൻ വാജികൾ മേവുന്ന ശാലകൾ കാണായി വാരണം ചേരുന്ന ശാലകളും ഇത്തരം ഓരോരോ രത്നങ്ങൾ കൊണ്ടുള്ള വസ്തുക്കൾ പിന്നെയും കാണായപ്പോൾ വിദ്രുമം കൊണ്ടുള്ള ഭിത്തികൾ കണ്ടിട്ടു വിസ്മയിച്ചിടിനാൻ ഏറ്റമേറ്റം വന്നിടുന്ന വന്നികളെല്ലാരും വാരണമേറിന ചേവകരും വന്നിച്ചു നിന്നതു കണ്ടന്നേരം എന്തതിൻ കാരണമെന്നുഴന്നാൻ വൃദ്ധനായി നിന്നുള്ളൊരുദ്വകനായും നിർധനനായുള്ളോരെന്നെ ഇപ്പോൾ ചാരത്തു വന്നിവർ വന്നിച്ചു നിന്നതിൻ കാരണമെന്തെന്നു കണ്ടുതില്ലേ ഏതൊരു ലോകമിതെന്നതു ചിന്തിച്ചാൽ ഏതുമേ നിർണയിക്കാവതല്ലേ സ്വർഗമായേകുന്ന ലോകമെന്തിങ്ങനെ നിർഗമിച്ചിടുന്നതോ ആയിതോ താൻ എന്നോട് ഗേഹമിതെന്നതു ചിന്തിച്ചാൽ നിർണയമുണ്ടെനിക്കുള്ളിലെന്നാൽ ദുഷ്ടന്മാരായുള്ള മന്നവരാരാനും പെട്ടെന്നു വന്നു മൽഗേഹം തന്നിൽ ആട്ടിവിട്ടെന്നോടെ ഭാര്യയെ തന്നെയും കോട്ടയും കോരിനാരെന്നു വന്നു ഗേഹവും കൂടാതെ ഭാര്യയും കൂടാതെ കേവലം പോകണമെന്നു വന്നു ശില്പങ്ങൾ കണ്ടിനി വിസ്മയിച്ചിടാതെ മത്രിയ പോയിടമാരായു ഞാൻ ശ്രീപത്മനാഭനെ കണ്ടിനിക്കിങ്ങിനെ ആപത്തു പോന്നു പിണഞ്ഞല്ലാഞ്ഞു ചെമ്മു പെരുത്തു ചെറുത്തു നിന്നിടിനാൽ തന്മയെ വന്നിടുമെന്നു ന്യായം വേദനമേവുന്ന മാനസം വെന്തിട്ടു രോദനം വേണ്ടുന്ന കാലത്തിപ്പോൾ അന്തമില്ലാതൊരു സന്തോഷം പൊങ്ങുന്നു എന്തതിൻ കാരണമെന്നു ചൊൽവൂ ധന്യനായി നിന്നുള്ളോരാരണനിങ്ങിനെ തന്നിലെ ചിന്തിച്ചു നിന്ന നേരം ആരണ നാരിമാർ മൗലിയായി മേവി നിന്നാര്യയായുള്ളൊരു ഭാര്യയപ്പോൾ ദമ്പതി വന്നതു കണ്ടൊരു നേരത്തു സംഭ്രമിച്ചമ്പിനോടാദരവിൽ സുന്ദരിമാരായ ചെടിമാർ ചുഴുറ്റു വന്നു തുടങ്ങിനാൾ മന്ദമപ്പോൾ കാർവർണ്ണൻ ചൊല്ലാലെ മുന്നമേ വന്നൊരു വാരിജ മന്ദിര എന്ന പോലെ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ നിങ്ങൾ വായിച്ചു ദൂരവേ വന്നുള്ള നാരിയെ കണ്ടുള്ളൊരാരണോ തുടങ്ങുന്നതാകിലോ താൻ രത്നങ്ങൾ പൂണ്ടൊരു മേരിയെ കാണുമ്പോൾ കൽപ്പക വല്ലി താൻ എന്നു തോന്നും ലക്ഷണമൊന്നെ ചിന്തിച്ചു കാണുമ്പോൾ ലക്ഷ്മി ഞാൻ കേവലമല്ലയല്ലി ഉത്തമയായ ഒരു നാരി എന്നുള്ളതോ വ്യക്തമായി ചൊല്ലാവും വേനി കണ്ടാൽ ആരണനായി നാരി എന്നിങ്ങനെ തോന്നുന്നു താനനം തന്നിലെ നാണം കണ്ടാൽ എന്നുടെ മാനസമന്യമരാരും എന്നുമേ ചെല്ലാവൂ നല്ലയല്ലോ ഇവൾ തന്നിലെ ചെന്നു നിന്നിടുന്നു പിന്നെയും കണ്ടതോറും പാപത്തെ കുരിപ്പാൻ പോകാതെ നീ ഭാവിയോടെ പിന്നെയും ചെല്ലുന്നു തന്നുടെ കോരകം എന്നു നന്ദി കഷ്ടമേ എന്നുടെ കർമ്മവും കൈവിട്ടു ദുഷ്ടനായി വന്നു ഞാൻ ഇന്നു നേരെ കാണുന്ന നേരം നാണവും പൂണ്ടു നിന്നാനേനം തന്നെയും താഴ്ത്തുമല്ലേ എന്നുടെ പാദങ്ങൾ തന്നിലെ നോക്കുമ്പോൾ എന്നുടെ ചായ താൻ എന്ന പോലെ ആരിവളെന്നുള്ളിൽ ഇങ്ങനെ ചിന്തിച്ച് കാരണം പിന്നെയും നോക്കുന്നേരം ചാരത്തു വന്നൊരു ഭാര്യ തനങ്ങവൻ വാരിറ്റ പാദങ്ങൾ കൂപ്പി നിന്നിടുന്ന ജായതൻ മെയ്യങ്ങും വായ്പോടു നിന്നങ്ങു പാർത്ത നേരം രത്നങ്ങൾ തന്നുടെ രശ്മികൾ കൊണ്ടെങ്ങും പ്രത്യംഗമെല്ലാമേ മൂടുകയാൽ പിന്നെയും ചിന്തിച്ചു തന്നുടെ ജായൻ ഇങ്ങനെ തന്നിരുവച്ച നേരം തന്നെ മറന്നൊരു സന്തോഷം മന്ദിരം പൂകിയാൻ ഭാര്യയുമായി പെട്ടെന്നു ചെന്നു നൽപ്പെട്ടകം തന്നെ തൂക്കിമായുള്ളൊരു കട്ടിൽ തന്നെ
കൂട്ടനായുള്ളൊരു മെത്തതന്നിലെ പോയി സ്വസ്ഥനായി ചെന്നീരുന്ന നേരം വീതിയിൽ നിന്നങ്ങു ചോദിച്ചാൻ തന്നുടെ ബുദ്ധി ഉണ്ടായതിൻ കാരണത്തെ ഇഷ്ടനായുള്ളവൻ ചോദിച്ച നേരത്ത് തുഷ്ടയായുള്ളൊരു ഭാര്യ ചൊന്നാൾ. വായിച്ചോ? എല്ലാവർക്കും കണ്ണു നനിക്കും. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഓം തസ്സ. വന്നതോ കാണായി സുന്ദരിയായോരു നരി തന്നെ പങ്കജമുണ്ടൂന്നൽ കൈകൾ രണ്ടിലും പങ്കയിലും തൂഞ്ഞൻ മുത്തുമാല ചെലുത്തു നിന്നുള്ളോരെല്ലാമേ കണ്ടാൽ ഒൽപ്പുടം കൊണ്ടുള്ളോരാനകൾ രണ്ടുണ്ടും നിൽക്കുന്നു രണ്ടു പാടും ആയിരം തിങ്കൾ തൻ കാന്തിയെ വെണ്ണത് ആനന്ദൻ തന്നെ കാന്തി കണ്ട തെറ്റെന്നു പൊന്നു വന്നുടൻ നമ്മുടെ തെറ്റയിൽ ചെന്നാൽ ദ്വാരക തന്നിൽ നിന്നു ഞാൻ വന്നു ആരണം വന്നതും കാരണമായി എന്നതു കേട്ടു ഞാൻ ചെന്നമോ നിന്നപ്പോൾ അന്നീരൻ തന്നിൽ പറഞ്ഞു കൊണ്ട പിന്നെ ഞാൻ നോക്കുമ്പോൾ ഇന്നീരൻ തന്നെ എന്നെയും ഇങ്ങനെ കണ്ടേനത്രേ ഇങ്ങനെ കേട്ടുള്ളവരാരെയും ചിന്തിച്ച് ഇന്നീരത്താനെന്നു നന്ദിപ്പിന് കാർവന്നൻ തന്നോട് ലീലയും ഇങ്ങനെ ഭാര്യയും താനുമായി നന്നയിച്ച ഏറിയിരുന്നൊരു മോദവും കൂടുന്നു ആരണൻ തന്നോട് ഭാര്യയുമായി പിന്നീടുണ്ടാകുന്ന ഭോഗങ്ങളെല്ലാമേ മണ്ണിൽ നിന്നങ്ങു പൂജിച്ചു നിന്നാൽ ഇഷ്ടങ്ങളായുള്ള ഭോഗങ്ങൾ സേവിച്ചിട്ടൊട്ടു നളിങ്ങിനെ ചെന്ന കാലം ശ്രീമതമേറുന്നൊരു പിടികൊണ്ടാരണൻ തന്നീലെ നന്ദി നിന്നാൽ ഭോഗങ്ങൾ തന്നെ പൂജിച്ചു നിന്നിങ്ങനെ ഭോജനു വന്നു ഭോഗങ്ങളെല്ലാം ചെന്നിനി യോഗങ്ങൾ വേദന ആചരിപ്പാൻ ഇങ്ങനെ ചിന്തിച്ചു പൊങ്ങി നിന്നിരുന്ന സംഘങ്ങളെല്ലാം ദൂരത്താക്കി സംഘം വേണ്ടിയൊരു മാനസം തന്നെയും പങ്കജലോചനൻ തന്നീനാക്കി കേവലയായൊരു ഭാവന തന്നീലെ മേവി നിന്നിടിന മെല്ലെ മെല്ലെ ഭാവന കൊണ്ടുവന്നിരുന്ന ഗോവിന്ദ രൂപൻ മാനസത്തിൽ ദർപ്പണം തന്നിലുള്ള ആനനം പോലെ എപ്പോഴും കാണാൻ വന്നതപ്പോൾ സ്ത്രീകൾ വേറിട്ടൊരാരണനിങ്ങനെ ആനന്ദലീനനായി നിന്നു പിന്നെ നേരറ്റു നിന്നൊരു ചങ്ങാതിയായ ഞാൻ പേരിട്ടു പോകല്ല എന്ന പോലെ വൻകനി വൻകുന്ന പങ്കജാലോചന തങ്ങൾ തങ്ങിക്കൊണ്ടാൽ സീനിയും താനുമായി വാരിജലോചനം ദ്വാരക തന്നിലിരുന്ന കാലം സുശോഭരാഗമുണ്ട് എന്നൊരു വാർത്തകൾ പാരിടമെങ്ങുമേ പൊങ്ങി നിന്നു മാലോകർ എന്നപ്പോൾ മാമുനിമാരുമായി മാഭാവം പോക്കുവൻ മാർഗാദേവ് ഭാർഗവൻ നിർമ്മിച്ച തീർത്ഥത്തിൽ പോകുന്ന മാർഗമായി എല്ലാവരും യോഗ്യരായി വിഷ്ണുകൾ എല്ലാവരും ഒക്കവേ പോയിരുന്നു കൃഷ്ണനെ മുന്നിട്ട് ചെന്നു പൂക്കാർ പാണ്ഡവന്മാരും കൗരവന്മാരും ചെന്നുകൊണ്ട് മാണ്ഡലികന്മാരുമായി ചെന്ന ഗോകുലമോശത്തിലായി നിന്നിരുന്ന ഗോപന്മാരെല്ലാവരും ഗോപിമാരും ഒക്കവേ പോയെന്നു ചെന്നു തുടങ്ങിയാൽ മറ്റുള്ളവരും തീർത്തു നിന്നിരുന്ന പാപങ്ങൾ നോക്കുവാൻ തീർത്ഥത്തിലെല്ലാവരും മുങ്ങിപ്പിന്നെ ദിനരായി വന്നുള്ളൊരാരണക്കെല്ലാം ദാനവും ചെയ്തു നിന്നായവണ്ണം ഉത്തമായുള്ളൊരു ഭോജനം നൽകി ഇഷ്ടമറ്റങ്ങളും മുൻപു പിന്നെ വൃക്ഷങ്ങൾ തന്നോട് നിർത്തണ തന്നീരം ഒക്കെ വിഷമങ്ങിയിരുന്ന നേരം ബന്ധുക്കളായോടെ ചന്തത്തിൽ കങ്കയ സന്തുഷ്ടരായിട്ടു നിന്നാരപ്പോൾ വിഷ്ണുകൾ എല്ലാവരും പാണ്ഡവന്മാരുമായി കൃഷ്ണനെ കൊണ്ടു പറഞ്ഞു നിന്നാൽ നന്ദൻ തുടങ്ങിയ വല്ലവന്മാരില്ല നന്നായി നിന്നും പൂജിച്ചു പിന്നെ വിഷ്ണുകളോടു കലർന്നു നിന്നിരുന്ന കൃഷ്ണനെ വന്നതു കേട്ട നേരം പെട്ടെന്നു പോയ ചാരത്തു ചെന്നിട്ടു ദുഷ്ടനായി നിന്നൊരു നന്ദനപ്പോൾ ആനന്ദുബി തന്നെയും പൂണ്ടു ആനന്ദം പൂകിന ആദരവിൽ ദേവകി തന്നെയും പൂണ്ടു നിന്നങ്ങനെ മേവി നിന്നൊരു യശോദയപ്പോൾ കണ്ണനെ വന്നതു കണ്ടൊരു നേരത്തു കണ്ണു വീട്ടിയ നഞ്ഞു ചമ്മി കോപിച്ചു പൂണ്ടുതൻ കോലുമാ ചെല്ലുമ്പോൾ വേവിച്ചു മേവുന്ന മേനി തന്നെ ചാലപ്പേടിച്ച മൂക്കൊണ്ടു നിന്നിടിയാൽ ബാലനായുള്ള നാൾ എന്ന പോലെ പാലിച്ചു നിന്നില്ല പാൽമഴ ചെയ്യുകയും പാശത്തെ ഫോട്ടോ എടുക്കുന്നില്ലേ കുന്നില്ലല്ലേ എന്നങ്ങു ചൊല്ലിത്താടോടി തുടങ്ങി ഞാൻ നന്ദൻ തന്നോടെ മേനി തന്നെ എന്മടി തന്നെ ഞാൻ നന്നായി വെച്ചുകൊണ്ട് മകൻ വാഴുന്നു ചൊല്ലുന്നേരം എന്നതും നോക്കിയിട്ട് പുഞ്ചിരി തൂക്കുന്ന മുഖം കാണട്ടെ എന്ന് ചൊല്ലി
അമ്മുഖം തന്നെ മുഖർന്നു തുടങ്ങിയ അമ്മയായുള്ള യശോദയപ്പോൾ നന്മടി നല്ലില നന്നുലയൊന്നു ചിരിക്കുന്നു എന്നവൻ മാറിയ കാലത്തെ എന്നു ചൊല്ലി നിലനിടുത്തു പുണർന്നു നിന്നിടിന പല പങ്കെടുന്ന പണി തന്നെ സമ്മതം കൂടും മുഖർന്നു നിന്നിടിന തന്മകൻ തന്നുടെ പാദങ്ങളെ ഇങ്ങനെ ഓരോരോ നിന്നിടുന്ന മോദത്താലെ എന്നതു കണ്ടൊരു നന്ദനും മന്യനും ചെന്നു നാല് പറഞ്ഞു ചിത്തന്റെ പറഞ്ഞു ഞാൻ പുത്രനെ കണ്ടുള്ള സന്തോഷത്താൽ നിത്യവും കണ്ടീ നാവുകളെല്ലാമേ സത്യമെന്നിങ്ങനെ ചലാവിപ്പോൾ ഉന്നമേ പോലെ വന്നിന്നു ഞാൻ എന്നൂടെ പൊന്നാര പൈതലെ പുനല്ലോ പിന്നെയും പിന്നെയും കൊണ്ടു നിന്നിടീന നന്ദൻ അന്നേനൻ അന്തനപ്പോൾ നച്ചല്ലോ കൊണ്ടൂടൻ അച്ഛനും അമ്മയ്ക്കും നച്ചവി രണ്ടും കൂളുപ്പിച്ചപ്പോൾ ഉൾച്ചുടു തന്നെയും മെച്ചമേ പൊക്കിനാൻ ഇച്ചയിൽ നിന്നുള്ളൊരച്ചൂടൻ താൻ ദൂരത്തു നിന്നുള്ള വല്ലവിമാരുടെ ചാരത്തു ചെന്നങ്ങിയിരുന്നു പിന്നെ കാണാഞ്ഞു നിന്നുള്ള വേദന തന്നെയും പുണഞ്ഞു നിന്നുള്ള വേദനയും ചേണർന്നു നിന്നു പറഞ്ഞവർ തന്നോടെ പുണരും പുണുന്ന മാറു തന്നെ മാറോടു ചേർത്തൂടൻ ഇരുന്നതെല്ലാമേ പ്പോൾ വല്ലവിമാരുടെ മെല്ലവേ പൊന്നിന്നു വന്നു പിന്നെ പാണ്ഡവന്മാരുമായി നിന്നുള്ള വാർത്തയും പാണ്ഡവൻ ഇങ്ങനെ നിന്ന നേരം പാഞ്ചാലിയായൊരു ചെല്ലൽ തന്നോടെ പഞ്ചയെ പൊരിപ്പാനായി പിന്നെ ഉത്തമയായൊരു രുക്മിണി മുൻപായ പത്നിമാരെല്ലാരും കണ്ടു തങ്ങൾ പകർന്നൻ തന്നോടെ ഭയമാരായതി കാരണം ചൊല്ലിനാരുള്ള വണ്ണം കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കേട്ടുള്ള പാഞ്ചാലി താനും എന്നൊരു മന്നവ നാരിമാരും ഉത്മിതമായുള്ളൊരാളും വിസ്മയിച്ചെല്ലാരും നിന്നാ നേരം കാർമുകിൽ വർണ്ണനെ കാണുന്നതിനാൽ നേരം വന്നിച്ചു നിന്നില്ലാതെ ചെന്നപ്പോഴേ വന്നിച്ചു നിന്നങ്ങു വന്യന്മാരായോരെ നന്ദിപ്പിച്ചിടിന നന്നായി പിന്നെ വിട്ടു വാർത്തകൾ കണ്ടുകൂടെ വൈദഗ്ധ്യം കാട്ടി നിന്നോടിയോടി മാമുനിമാരുടെ മാനസം തന്നെയിലങ്ങാനും ചോദിച്ചാനായ വണ്ണം ആനന്ദം കൊണ്ടുള്ള മാമുനിമാരെല്ലാം മൗനവും പൂണ്ടങ്ങു നിന്നു പിന്നെ മായതന്മായാൽ മാനുഷനായൊരു മാധവൻ തന്നെയും വാഴ്ത്തി പിന്നെ കേവലനായ അവൻ തങ്കഴൽ കുമ്പിട്ടു പോകതിനായി തുടങ്ങും നേരം പിന്നാലിരുന്നുള്ളൊരാനക തുന്നൂറി തന്നെ പിന്നെ യജ്ഞങ്ങൾ കൊണ്ടു യോജിപ്പിച്ചു കൊണ്ടു നിന്നുള്ള പിന്നെയും മാമുനിമാർ ശരിക്കും നാളെ രോഹിണി മറ്റന്നാൾ 5 നാഴികയിൽ ഹസ്തപൊണ്ടിയിടുന്ന ഭക്തന്മാരെല്ലാവരും യാത്രയും ചെല്ലുന്നതെന്നാൽ പിന്നെ നന്ദിതനായ ഒരു നന്ദനും വന്നിട്ട് പിന്നെ പോകുന്നതെന്നു ചൊല്ലി നന്ദനും ചോദിച്ചാൽ അന്നേരം തന്നെ അനേകാതുന്നു പിതാനുമായ നിന്നു സൂക്ഷിച്ചു പിന്നെ യാദവന്മാരോട് യാത്രയും ചെന്നുടൻ യാതനായി മേബീനാം പിന്നെ നന്ദൻ ബന്ധുക്കളെല്ലാവരും സംഘത്തിൽ എല്ലാം അന്ധകന്മാർ
ജീവിച്ചിരുന്നു ഈശ്വരന്മാരെന്ന ബോധത്താലെ പുത്രരെന്നുള്ള ചിത്രവും കൈവിട്ടു ഭക്തിയെ കൊണ്ടു പുറന്നു നിന്നാൽ ഉമ്മയെ കണ്ടുള്ള അച്ഛനോടന്നേനാകിയ നിർമ്മലൻ താൻ പന്മോഹം പൂക്കുന്ന വാക്കുകൾ തന്നവൻ ഉന്മേഷം പൊങ്ങിച്ചാനുള്ളിലേറ്റം നന്ദനം ചെന്നുള്ള വാർത്തകൾ കേൾക്കയാൽ മന്ദതനിക്കുണർന്നു പിന്നെ ആനന്ദം കൊണ്ടുള്ളൊരാനകർന്നു ദീനത തീർത്തു തെളിഞ്ഞു നിന്നാൽ നിന്നിടുന്ന ദേവകി ദേവിതാനെന്നൊരു നാൾ പാതകമായൊരു മാതുലം പണ്ടു തൻ ചേതന പൂക്കിന പൈതങ്ങളെ ചിന്തിച്ചു സന്തതമങ്ങനെ വെന്തുവെന്നിടുന്നോരുള്ളവുമായി കാർവർണം തന്നോട് ചൊല്ലി നിന്നിടനാൽ കാവേരയായി കനിഞ്ഞു തിണ്ണം ദേശീകം തന്നോടെ പൈതലെ പണ്ടുനി കൂസാതെ കൊണ്ടെന്നു നൽകിനാൻ പോൽ നിന്നുടെ മാതുലൻ കുന്നുകളഞ്ഞുള്ളൂ എന്നുടെ ബാലകന്മാരെ കാണാൻ ഏറിയിരുന്നുള്ളൊരാശയുണ്ടാകുന്നു ഏതുമെന്നാവതയില്ലല്ലോ എങ്കലിഴുന്നൊരു വങ്കൂതി തീർത്തു കൊള്ളായിരുന്നു അമ്മതാനിങ്ങനെ സ്വന്നതു കേട്ടുള്ളൊരമ്പുജലോചനടെ പോയി പിരിയന്താനുമായി പാതാള ലോകത്തു വരാതെ ചെന്നങ്ങു നിന്ന നേരം വന്നതു കണ്ടു മഹാബലി താനപ്പോൾ വന്നിച്ചു നിന്നു കണ്ടു പിന്നെ വന്നതിൻ കാരണം എന്തോന്ന് ചോദിച്ചാൻ എന്നതു കേട്ടു മുകുന്ദൻ ചൊന്നാൻ മാതാവിൻ വേദന പോക്കുവാനായിട്ട് പാതാള ലോകത്തു പോന്നു വന്നു വഞ്ചകനായൊരു പഞ്ചത കൊണ്ടുള്ള പൈതങ്ങളെ അഞ്ചാതെ കൊണ്ടുപോയി അമ്മ കയ്യിൽ ചെഞ്ചമ്മെ നൽകണമെന്നു തന്നെ നാൻമുഖം തന്നോട് ശാപത്തെ കൊണ്ടവർ ചാമാറു വന്നു പിറന്നു കണ്ടേ താപത്തെ പോകുന്നൊരാപത്തായുള്ളൊരു ശാപത്തെ തീർക്കുകയും വേണമിപ്പോൾ ഇങ്ങനെ തന്നവൻ പൈതങ്ങളാറുന്നു നേടുവിനെന്നു ചൊല്ലി ചിരിയന്താനുമായി പാരാതെ പോന്നതൻ ദ്വാരക തന്നിലെ വന്നു പിന്നെ കൈതവൻ കൈവിട്ടു പൈതങ്ങളാറുന്നു മാതാവിൻ കയ്യിലെ നൽകി നിന്നാൻ തന്നോട് പൈതങ്ങൾ വന്നത് കണ്ടപ്പോൾ തന്നെയായുള്ളൊരു ദേവഗീതാൻ നന്മുഖം തന്നിലെ ചുംബിച്ചു നിന്നു തന്മൂല തന്നെയും നൽകി നിന്നാൾ മൂർഖനായുള്ളൊരു കൗസനെ ചിന്തിച്ചു ദീർഘമായി വീർത്തു പുണർന്നു പിന്നെ കാണാനു നിന്നുള്ള വേദന തന്നെയെ ക്ഷീണമാക്കിയിടിനൻ കീടുമെത്തി കന്മഷവൈരിയായി നിന്നു വിളങ്ങിയൊരഭുജ നേത്രനെ കണ്ടയാലെ നന്മൂലയുണ്ടെന്ന ബാലകൻ ചെല്ലായിരുന്നതായി വന്നതും കാണായപ്പോൾ ചാരത്തു നിന്നൊരു വാരിജലോചനൻ വാരുറ്റ പാദങ്ങൾ കൂപ്പി പിന്നെ സ്വർഗത്തിൽ പോകുന്ന എന്നങ്ങ് പോന്നു നിർഗമിച്ചിടിന നഗരജന്മാർ ദുർബിതരായുള്ള ബാലരെ കണ്ടു നിർവ്യക്തരായുള്ളൊരു ദേവഗീതാൻ വിഷ്ണുവിന്മായി എന്നിങ്ങനെ ചിന്തിച്ചു വിസ്മിതമായി വിളങ്ങി കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി പാർത്തലം തന്നിൽ പൊറുത്തുള്ള വൈരികൾ കാർത്തികൾ തീർത്തു ചേരുത്ത പാർത്തൻ തീർത്ഥമാടിയിടുവാൻ ആസ്തപുണ്ടെങ്ങുമേ പാർത്തലം തന്നിൽ നടന്ന കാലം ദിക്കുകളെങ്ങുമേ ചൊൽക്കൊണ്ട തീർത്ഥങ്ങൾ ഒക്കവേ ചെന്നു നിന്നാടിയാടി ആസന്ന മാമപ്രഭാസമം തീർത്ഥത്തിൽ വാസവനന്ദനായവൻ താൻ പോയങ്ങു ചെന്നപ്പോഴാദരവിൽഗതനായൊരു യാദവൻ താനും ചൊന്നാൻ പാർത്തനെ കണ്ടവൻ ആർത്തിയും തീർത്തോരോ വാർത്തകൾ ഓതിനിൻ ആസ്തയോടെ മാധവൻ തന്നുടെ സോദരിയായൊരു മാധവി തന്നുടെ കാന്തിയെല്ലാം മാനിച്ചു നിന്നു പറഞ്ഞു തുടങ്ങിനാൻ മാരമാൾ കൊണ്ടവൻ മാൾകും വണ്ണം ദ്വാരക തന്നിലുണ്ടൊരു കന്യക സ്ഥിരവരായുധ സോദരിയായി ഇന്നവൾ തന്നുടെ കാന്തിയെ വാഴ്ത്തുവാൻ മന്നിടം തന്നകത്താരുമില്ലേ ചൊല്ലരുതെങ്കിലും മെല്ലെ മെല്ലിങ്ങനെ ചൊല്ലി നിന്നിടുവാൻ വല്ലവണ്ണം മാനിനിമാരുടെ മൗലിയിൽ മേവുന്ന മാണിക്യക്കല്ലെന്നെ ചൊല്ലാവുതാൻ ശൃംഗാരമായൊരു സാഗരം തന്നെയിൽ അങ്കജൻ നിന്നു കടഞ്ഞു നന്നായി മെല്ലവെ കണ്ടൊരു പീയൂഷം താനെന്നെ ചൊല്ലുന്നു താകിലിന്നൊട്ടു ചേരും പൂവൽമേ തന്നൂടെ കാന്തിയെ ചിന്തിച്ചാൽ ഏവമെന്നിങ്ങനെ ചൊല്ലവല്ലേൻ മേനക മുമ്പായ മാനിനിമാരുടെ മേനിയെ നിർമ്മിപ്പാൻ മാതൃകയാൽ ഭംഗിയിൽ നിർമ്മിച്ചു പങ്കജയോനിയിൽ മംഗലം തന്നൂടെ ലെന്നു തോന്നും അഞ്ചമ്പൻ തന്നൂടെ ബാണത്തെ ചന്തത്തിൽ ചെഞ്ചമ്മേ നിന്നു പിഴിഞ്ഞു പിന്നെ വെന്തിങ്ങൾ തന്നെ തോലിച്ചു ചമച്ചുടൻ വെൺമരി വരുത്തിയലിയിച്ചു തന്നിൽ ബാണങ്ങളഞ്ചിൻ്റെ നന്മണം തന്നെയും പാർത്തുകൊണ്ടങ്ങ് അതിലാക്കി പിന്നെ
ഒന്നിച്ചു നന്നായി നിർമ്മിച്ചു നിന്നാനീ കന്യക തന്നൂടെ പൂവൽമേനി എന്നങ്ങു ചൊല്ലുന്നു കാണുന്നോരെല്ലാരും എന്നതും ചെഞ്ചമ്മേ ചേർന്നുകൂടാ. സാരമായുള്ളൊരു ലാവണ്യപൂരത്തെ പൂരിച്ചു കൊണ്ടൊരു വാചനത്തിൽ മാനിനി തന്നൂടെ ആനനമിങ്ങനെ മാനിച്ചു നിന്നു ചമച്ചു പിന്നെ ശേഷിച്ചു നിന്നൊരു ലേശത്തെ കൊണ്ടുടൻ ദോഷത്തെ കൈവിട്ടൊരാനനത്തെ പിന്നെയും നിർമ്മിച്ചു നിന്നൊരു നേരത്തം ഇന്ദുതൻ മണ്ഡലമായി ചമഞ്ഞു. ക്ഷാളനം ചെയ്താന പാണികൾ പിന്നെയ നാളിക സംഭവ തോയം തന്നിൽ എന്നതുകൊണ്ടു പങ്കജജാലങ്ങൾ ഇന്നുമുണ്ടാകുന്നു തോയം തന്നിൽ എന്നുമുണ്ടെല്ലാരും ചൊല്ലി നിന്നിടുന്ന കന്യക തന്മുഖം കാണും നേരം മാനിനും മീനിനും മാനത്തെ പോക്കുന്നൊരാനന്ദം തൂകുമ കണ്ണീണയും ചോരിവ കണ്ടത്രേ മൂവന്തി മേഘങ്ങൾ പാരാതെ പോകുന്നു നേരിടാതെ കണ്ടത്തോടേറ്റല്ലോ കമ്പുക്കൾ എല്ലാമേ മണ്ടുന്ന വെള്ളത്തിൽ മുങ്ങിയിരുന്നു. വാരുറ്റ കൊങ്കകൾ ചാരുത്തം കണ്ടപ്പോൾ നേരുക്കുന്നഞ്ചൻ മുൽക്കിഞ്ചിൽ കിഞ്ചിൽ തന്നോടു ചേർന്നുള്ള ലോകരും എല്ലാവരും ഉന്നിദ്രന്മാരായി മേവിടുന്നു. അങ്കുരിച്ചിടുന്ന രോമാളി തന്നോടെ ഭംഗിയെ ചൊല്ലുവാൻ വല്ലേൻ ഞാനോ പൂഞ്ചേല തന്നെയും കാഞ്ചിയെ തന്നെയും പൂണ്ടു നിന്നിടുന്നോലിൽ കീടമോ 1,500,000 ജാരന്മാർ മേന്മേലെ നന്നായി നിന്നു മുളപ്പതിനാൽ മോഹനമായൊരു ലാവണ്യമാകുന്ന ദോഹളം പൂണ്ടൊരു കേദാരം താൻ തിൻതുടം തന്നൂടെ കാന്തിയെ ചിന്തിച്ചാൽ മന്ത്രിച്ചേ നിന്നോടു ചൊൽവാനാവൂ. ജമ്പാരിക്കമ്പുള്ള കൊമ്പീന്ദ്രൻ തന്നൂടെ തുമ്പിക്കൈ ചേർന്നുള്ള കാന്തിയെല്ലാം പെട്ടെന്നു ചെന്നതു കട്ടുകൊണ്ടിങ്ങു പോന്നിഷ്ടത്തിൽ തങ്കലെ വച്ചുകൊണ്ടു എന്നതുകൊണ്ടല്ലോ ചേല കൊണ്ടെപ്പോഴും തന്നെ മറച്ചു നിന്നിടുന്നു താൻ. പാദങ്ങൾ തന്നൂടെ കാന്തിയെ ചൊല്ലിനാൽ പാട്ടാങ്ങിന്നിങ്ങനെ തോന്നിക്കൂടാ. മാങ്കണ്ണിമാരുടെ മൗലിതൻ മേനിയെ കാഞ്ചിലെ നിർണയം വന്നുകൂടൂ. കീർത്തി പൊങ്ങിടുമ കന്യക തന്നൂടൽ വാഴ്ത്തുവാനല്ലാതെ ആർക്കുമോർത്താൽ വല്ലായി നല്ലോനെന്നിങ്ങനെ പിന്നെയും പിന്നെയും ചൊല്ലി നിന്നിടു നാം എന്നെയാവൂ. പാട്ടമകന്നവൻ ഇങ്ങനെ ചൊന്നതു കേട്ടു നിന്നിടുന്ന പാർത്തനപ്പോൾ വർണ്ണിച്ച അവസ്ഥകൾ വാസ്തവമോ എന്നു നിർണയിച്ചിടുവാൻ എന്ന പോലെ മാനസം തന്നെ അയച്ചു നിന്നിടിനാൻ മാനിനി തന്നോട് മേനി തന്നിൽ ചെന്നൊരു മാനസം അന്നേരം തന്നെയ കന്യകമയിൽ നടക്കുമപ്പോൾ നാഭിയായി നിന്നുള്ളൊരാവർത്തം തന്നിൽ വീണാപന്നമായി ചമഞ്ഞാണു പോയൊരു മാനസം പേയായി പോകയൻ ആയസം പൂണ്ടൊരു പാർത്തനപ്പോൾ എന്തിനി ചെയ്വതെന്നന്തര സന്തതം ചിന്തയും വെണ്ടുരുന്തി ഉണ്ടായി വന്നു. ശിക്ഷിച്ചു നിന്നൊരു ലാങ്കരി തന്നൂടെ ശിഷ്യനായല്ലോ താനുള്ളൂവെന്നാൽ ധന്യനായുള്ള സുയോധനൻ തന്നെ ഈ കന്യക തന്നെ അകപ്പെടുന്നു. നാം എല്ലാം ഇങ്ങനെ കോമള തന്നെയും കാമിച്ചു പോകിന്നെ വന്നുകൂടൂ. കാർമുകിൽ വർണ്ണനെ കാണുന്നതാകിലും കാര്യമെല്ലാം ഈ സാധിച്ചതും ഇങ്ങനെയെല്ലാം നിനച്ചു നിന്നിടുന്ന മംഗലനാകിയ പാണ്ഡവൻ താൻ. അങ്കജമാലുറ്റു ചിന്തിച്ചാൻ അന്നേരം മംഗല ദേവത കാമുകനെ ദ്വാരക തന്നിൽ ഇരുന്നരുളിടുന്ന വാരിജലോചനൻ എന്ന നേരം വീരനായുള്ളൊരു പാർത്തൻ്റെ മുന്നിലും പാരാതെ ചെന്നങ്ങു നിന്നു. പിന്നെ കണ്ടൊരു നേരത്തു മണ്ടിയണഞ്ഞവനിണ്ടലും കൈവിട്ടു പൂണ്ട നേരം പ്രാണസഖി തന്നെ ഗാഠം പുണർന്നിതു കാരണ പുരുഷനായവനും കുന്തിസുതനോട് ചൊല്ലിനാൻ കണ്ണനും ചന്തത്തിൽ നല്ലൊരു തൂമൊഴിയും ബന്ധുക്കളായൊരു കാൺമതിനായൊരു ബന്ധമുണ്ടായതും ഭാഗ്യമല്ലോ. പാർത്ഥിവനാകിയ ധർമ്മജന്മാവു തൻ വൃത്തിയും പാലിച്ചു വാഴുന്നിതോ വേദന വേറിട്ടു ഭീമനും ചെഞ്ചമ്മേ മേദിതനായിട്ടു വാഴുന്നോനോ മാതൃസൂതന്മാർക്കും ഒന്നിക്കും അൻപോടു ഭദ്രതയല്ലോ പാഞ്ചാലിക്കും ദുര്യോധനാദിയാം 100 കുമാരർക്കും സ്വൈര്യമതല്ലയോ ഗാന്ധാരിക്കും താതനായുള്ള ധൃതരാഷ്ട്രനുമുള്ളിൽ പ്രീതനായല്ലയോ വാഴുന്നിപ്പോൾ ഗംഗാസുതനും കൃപരുമാ ദ്രോണനും മംഗലവാന്മാരായി വാഴുന്നോരോ അന്യമായി നിന്നുള്ള ബന്ധുജനങ്ങളും നന്ദിതന്മാരല്ലി വാഴുന്നിപ്പോൾ. ഇങ്ങനെ കാർവർണ്ണൻ ചോദിച്ചതു കേട്ടു മംഗലമെല്ലാം ആർക്കും എന്നു ചൊന്നാൻ. മല്ലാരി പിന്നെയും ചൊല്ലി നിന്നിടിനാൻ വില്ലാളി മൗലിയോടെന്ന നേരം എന്നെ നീ ചിന്തിച്ച കാരണം ചൊല്ലേണം മന്ദത കൈവെടിഞ്ഞെന്നിലിപ്പോൾ എന്നതു കേട്ടൊരു പാർത്തനും ചൊല്ലിനാൻ എന്തു ഞാൻ ചൊൽവതു തമ്പുരാനെ. കുറച്ച് നല്ലോണം വായിച്ചൂടെ.
ചിന്തിതമെല്ലാം അറിഞ്ഞിടും നിന്നോട് നന്ദനായുള്ള ഞാൻ എന്തു ചൊല്ലൂ. എങ്കിലും ചൊല്ലിടാം പങ്കജലോചന പങ്കമാർ മൗലിയാം സോദരിയെ. പാരാതെ യാചിക്കും എന്നുടെ മാനസം പൂരണം ചെയ്യണം. കാരണനെ പാർത്തന്റെ ഭാഷണം കേട്ടൊരു കർണനും കേട്ടും പറഞ്ഞിടു മോദത്താലെ. ദുര്യോധനൻ മുന്നേ ചോദിച്ചു പോരുന്നു ഭാര്യയാക്കിയിടുവാൻ മാധവിയെ. ദ്വാരകവാസികൾ സമ്മതിച്ചിരിനാൻ ചിരിക്കും വിറ്റനങ്ങാറുകൊണ്ട്. ആര്യന്മാരെല്ലാവരും കൽപ്പിച്ചതിന് ഞാൻ കാര്യമല്ലെന്നും പറഞ്ഞിടാമോ. എങ്കിലതിനൊരു ഭായത്തെ ചൊല്ലുവാൻ നിങ്ങൾ നിറഞ്ഞുള്ളൊരമ്പിനാല്. ഇന്നു നീ നല്ലൊരു സന്യാസിയാകിലോ കന്യക തന്നെ ലഭിച്ചുകൊള്ളും എന്നതു കേട്ടൊരു പാർത്തനും ചൊല്ലിനാൻ കന്യക തന്നെയും നന്ദി നന്ദി. സന്യാസിയാകിലോ കന്യക എന്തിനും അന്യങ്ങളായുള്ള വസ്തുക്കളും മിത്രരെന്നുള്ളതും ശത്രുവെന്നുള്ളതും പുത്രരെന്നുള്ളതും ഭോഗങ്ങളും താതനെന്നുള്ളതും മാതാവെന്നുള്ളതും ഭ്രാതാവെന്നുള്ളതും ഭൂഷണവും ജ്യേഷ്ഠന്മാരെന്നതും കനിഷ്ഠന്മാരെന്നതും തൂഷ്ടിയായി വന്നിടും കന്യാസിക്കോ. ഇത്തരമായവ വേർവിട്ടുകൊള്ളുവാനോ ശക്തി പുലമ്പുന്നതില്ലെനിക്കോ. കണ്ണനതു കേട്ടു സന്തോഷവും പൂണ്ടു തിന്നം ചിരിച്ചുടൻ ചൊന്നാനപ്പോൾ. ഭിക്ഷുക വേഷത്തെ പൂണ്ടവനിന്നവ അക്ഷണം ചെയ്യണമെന്നുണ്ടോ ചൊൽ. ലീലകൾ കോലുവാൻ കോലങ്ങൾ പൂണ്ടവൾ മേലില വണ്ണമയായിടുമോ എന്നു പറഞ്ഞു യതിവേഷമാക്കിനാൻ മന്നവൻ തന്നെയാ കണ്ണനപ്പോൾ. കന്യക തന്നെ ലഭിച്ചു നിന്നിടുവാൻ എങ്ങനെ എന്നു പറഞ്ഞു ഭായം. രാജക പൂകിനാൻ വാരിജലോചനൻ വീരനായി നിന്നുള്ള പാർത്തനപ്പോൾ. ധന്യമായുള്ളൊരു സന്യാസവേഷമ കന്യക മൂലമായി കൈതുടർന്നാൻ സന്യസിച്ചിടിന പാണ്ഡവ വീരന് കന്യക തന്നെയും നന്ദി നന്ദി. രൈവതമാകിന പർവ്വതം തന്നൂടെ താഴ്വര നിന്നു വിളങ്ങുമെന്നാൽ അന്നൊരു നാളില നന്ദജൻ തന്നോടും നന്ദിനൊരു കാമപാലൻ അല്ലലകന്നീടും ആസ്ഥാനം തന്നിലെ മെല്ലവെ ചെന്നു നിന്നു. പിന്നെ ഭക്തനായുള്ളൊരു മന്ത്രിവരന്മാരും ഉദ്ധവർ തന്നോട് ചൊന്നാനപ്പോൾ. കാനന ഭോജനം പെണ്ണുവാനായിട്ടു മാനിനിമാരുമായി നാം എല്ലാവരും കാലത്തു പോകേണം നാളെ എന്നിങ്ങനെ നീലാംബരൻ പറഞ്ഞിടും നേരം. മനിതനായുള്ളൊരുദ്ധവ കേട്ടുടൻ നിന്നുള്ള മാലോകരെല്ലാരോടും കാർവർണരാമന്മാർ ചെന്നതറിയിച്ചു പോകതിനായി മുതിർന്നെല്ലാവരും. ഭക്ഷ്യഭോജാദികൾ എന്നിവയെല്ലാമേ തൽക്ഷണം സംഭരിച്ചോരോന്നൊന്നേ താൻ. നീലക്കാർവർണ്ണനും രാമനുമായിട്ടു മാലോകരായിട്ടു കലർന്നു ചെന്നു. കാലമേ പോകത്തുടങ്ങിനാരെല്ലാരും കാനനെ ഭോജനം പണ്ണുവാനായി പോയി നിന്നിടുന്ന മാലോകരെല്ലാരും മായ മകന്നുടൻ പോയി. ദൈവത പർവ്വതം തന്നൂടെ ചാരത്തു പാവനമാന്നതി തീരം തന്നിൽ ചെന്നു നിന്നിടിനോർ കന്നേരമെല്ലാരും പിന്നിലും നല്ലതിന്നു ചൊല്ലി. സ്നാനങ്ങൾ മുമ്പായും ആചരിച്ചിടിനാൻ മാനിമാരോടും കൂടി ചെന്നി. ദിവ്യാംബരാഭരണാലേപനങ്ങളാൽ സർവാംഗമെല്ലാം അലങ്കരിച്ച ഇഷ്ടമായുള്ളൊരു ഭോജനം പെണ്ണിട്ടു ദുഷ്ടന്മാരായി വിളങ്ങി നിന്നാർ. പീയൂഷം സേവിച്ചു മേവി നിന്നിടുന്നോരാതിഥേയന്മാർ എന്ന പോലെ കേളികളൊന്നൊന്നേ ആചരിച്ചിടിനാൻ. താളം തുടർന്ന ചിലരുമപ്പോൾ പാടി നിന്നിടിനാർ ആടി നിന്നിടിനാർ ഓടി നിന്നിടിനാരങ്ങു ചിലർ. പാരമായുള്ള ഈ നിമുകളേറിനാൻ സാരന്മാരായവർ അങ്ങു ചിലർ. അന്നീലം തന്നിലെ നിന്നു വിളങ്ങിന സന്യാസി തന്നെയും കണ്ടാരപ്പോൾ. കണ്ടൊരു നേരത്തു കൂപ്പി നിന്നിടിനാർ ഇണ്ടലകന്നുള്ളൊരുള്ളവന്. കമ്പതം കുമ്പിട്ടു നിന്നവരോടൊപ്പം അങ്ങോട്ടു ചൊല്ലിനാൻ സന്യാസിതാൻ. നിർമ്മലരായുള്ള നിങ്ങൾക്കും മേന്മേലെ നന്മകളേറ്റം ഭവിക്കണമേ. ഉത്തമരായുള്ള നിങ്ങൾ തന്നിലെ ഭക്തിയെ കണ്ടു തേടുന്നു ഞാനോ. എങ്ങുനും നിങ്ങളിപ്പോൾ ആഗതരായി നിങ്ങൾ മംഗലമായി ഇതേ കണ്ടതേറ്റം എന്നതു കേട്ടുള്ള വീരന്മാർ ചൊല്ലിനാർ വന്നതിൻ കാരണമുള്ള വണ്ണം. പാരാതെ പോനിങ്ങു വന്നു ചൊല്ലിയിടിനാർ നേരായി നിന്നൊരു വാർത്തയപ്പോൾ. ധന്യന്മാരായിതേ ഞങ്ങളും നിന്നോട് പുണ്യവൻ തന്നെയും കാണുക കൊണ്ട് എന്നവർ ചൊല്ലുമ്പോൾ അങ്കലി ചോദിച്ചാൽ നിന്നിൽ നിന്നിങ്ങനെ വീരന്മാരെന്നതു കേട്ടു പറഞ്ഞു. വീരന്മാരെന്നതു നേരം പറഞ്ഞിതു സിരി തന്നോടുടൻ സാരമായി. നമ്മുടെ ചാരത്ത് കാണുന്നോരദ്രിമേൽ നിർമ്മലനായൊരു ഭിക്ഷുകൻ താൻ മേവി നിന്നോടുന്നു. ഞങ്ങൾ അവനെയും സേവിച്ചു കൊണ്ടല്ലോ പോന്നുകൊണ്ട്. എങ്കിൽ നമുക്കൊന്നു കാണണമെന്നിട്ടു പങ്കജനേത്രനും താനുമായി ഉത്തമന്മാരായ യാദവന്മാരോടും ഒത്തു നടന്നങ്ങു പോയി. പാരാതെ ചെന്നു ഗിരിമുകളേറുമ്പോൾ ദൂരവേ കാണായി സന്യാസിയെ. കാന്തി പൂണ്ടേറ്റം വിളങ്ങി നിന്നിരുന്ന കാന്താരവാസിയായി കൗന്ദയനെ. പൂർവജലം തന്നിൽ മേവി നിന്നിടുന്ന സൂര്യൻ താൻ നിന്നു വിളങ്ങും പോലെ. ദൂരത്തു നിന്നവർ ചാരത്തു ചെന്നിട്ടു നേരത്തു കൂപ്പി വണങ്ങി നിന്നാർ.
മസ്കരി തന്നെ നമസ്കരിച്ചങ്ങിനെ സൽക്കരിച്ചിടിനാൻ ആയവണ്ണം വാസ്തവ രീതിയെ ചേർത്തു നിന്നിടുന്ന അസ്ത്രങ്ങൾ കൊണ്ടു പറഞ്ഞു. പിന്നെ നിർമ്മലനായൊരു ദിവ്യനെന്നിങ്ങനെ തന്മാനം തന്നിലുറച്ച നേരം ധന്യനായി നിന്നൊരു ലാങ്കലി ചൊല്ലിനാൻ തന്നിലെ നന്നിന കാര്യത്തെ പാരാതെഴുന്നുള്ള വേണമെന്നമ്പോടു ദ്വാരകയായ നഗരി തന്നിൽ പാവനമാക്കണം സജ്ജനം എപ്പോഴും സേവ ചെയ്തിരുന്ന പാദത്താലെ എന്നതു കേട്ടൊരു കണ്ണനും ചൊല്ലിനാൻ ഇന്നൊരു ലാങ്കിലി തന്നെ നോക്കി സർവസംഘത്തെയും കൈവെടിഞ്ഞിങ്ങനെ പർവ്വതം തന്നിലിരുന്നു കൊണ്ടു സർവപദാംബുജ മുന്നിലുറപ്പിച്ചു സർവദാ സേവിച്ചു മേവിടുന്ന ഉത്തമരായ ജനങ്ങളെ കൊണ്ടുപോയി വിഴപ്പിപ്പാനോർക്കൊല്ലാതെ വാരിജലോചനും ചൊന്നതു നേരത്തു സീരിയും ചൊല്ലിന നേരോടപ്പോൾ യോഗികൾ മാനസ പീഡയുണ്ടാക്കല ഭോഗിയായുള്ളതുണ്ടാക്കിനാലേ ബാലനായുള്ള നീ എഴുമറിഞ്ഞിട ലീലകളിൽ നീയെ പിന്നെയൊന്നും എല്ലാം സമമല്ലോ ചൊല്ലുള്ളതിക്കുന്നു നല്ലവർ ചൊല്ലിയിട്ടു കേൾപ്പില്ലയോ നാടെന്നും കാടെന്നും കൂടി നിരൂപിക്കൽ വാടാതെ തന്നെയ ഭേദമല്ലോ എല്ലാവരുമായി തിന്നി കണ്ടന്നെ നാം അല്ലൽ പോമാറൂടൻ കൊണ്ടുപോയി നന്മ കലർന്നൊരു മണ്ണിരം തന്നിലെ മേന്മയോടിന്നു നാം വച്ചുകൊള്ളു എന്നെല്ലാം ചൊല്ലിയ സന്യാസി തന്നോട് ഒന്നിച്ചു പോകിനാൻ മൂരിനപ്പോൾ ചാരുവായുള്ളൊരു മന്ദിരം തന്നിലെ നേരെയങ്ങാക്കിനാൻ യോഗിയെയും ഉത്തമനായൊരു മസ്കരിയുണ്ട് പോൽ സ്ഥലം തന്നിൽ എഴുന്നള്ളുന്നു എന്നങ്ങു ചൊല്ലി വരുന്ന ജനങ്ങളും ഒന്നിച്ചുകൂടി വണങ്ങി ചെന്നാൽ യോഗ്യത പൂണ്ടുള്ള നിങ്ങൾ വരുവാൻ ഭാഗ്യം നിങ്ങളിൽ എത്തിക്കൂടി പറ്റാതൊരമ്പിനാൽ തെറ്റെന്നിവിടേക്കു കുറ്റങ്ങൾ എന്നതും പറ്റിയും സന്തുഷ്ടനായുള്ളൊരാരണ മന്ദിരം അന്തികയുണ്ടല്ലോ സന്തതവും ഭിക്ഷയെ നൽകും അവരങ്ങു നിത്യവും ശിക്ഷയിൽ എന്നങ്ങു ചൊല്ലി പിന്നെ മംഗളനാം ഭവാൻ നൽകി വിധക വേണം ഞങ്ങൾക്ക് അനുജ്ഞയും നേരെ എന്നെല്ലാം ചൊല്ലി വഴങ്ങും അവർക്കപ്പോൾ നന്നായി അനുജ്ഞയും നൽകി നിന്നാൻ യാത്ര വഴങ്ങി പുറപ്പെട്ടാരെന്നപ്പോൾ പേർത്തുമനാരിമാരോടും കൂടി രാഘവന്മാരുമായി ഒന്നിച്ചു നിന്നവർ മോദേന ലേവിനാരാലയത്തിൽ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി വായിക്കുന്നില്ല വായിക്കണോ? കുറച്ച് കുറച്ച് വായിക്കാമല്ലോ. തെക്കണ്ട മണിക്ക് തെക്കണ്ട മംഗലജാലങ്ങൾ പൊങ്ങിനില്ലെങ്കിലെ ഭംഗിയിലെ വീടും മടം തന്നിലെ കാമന കോമരമായി നിന്നവനെ കോമരനായവൻ വാഴും കാലം നമ്മയൊക്കെ തീർക്കാം 2 ദിവസം കൊണ്ട്. തിങ്കളും ചൊവ്വയും കുറച്ചധികം വായിച്ചാൽ തീരൂല്ലേ? കയ്യിലില്ലെങ്കിൽ സമയത്ത് സാധാരണ വായിക്കുന്ന സമയമാണ്. മംഗലനായ ഭവാനിപ്പോ അന്തപുരത്തിൽ ഒരു തന്നിലെ ചന്തത്തിൽ മാണിത മന്ദിരത്തിൽ ഭിക്ഷ തരുവാനും ശുശ്രൂഷ ചെയ്യുവാനും ശിക്ഷയില്ലാമചാരത്തുണ്ട് കച്ചകമുണ്ട് നൻ മാളിക എല്ലാമുണ്ട് പുഷ്കരമുണ്ട് നൻ ദീർഘികയുമുണ്ട് പുഷ്കരമാകിയ പുഷ്പമുണ്ട് 4 മാസം കഴിച്ചിരണമേ ഭവാൻ ആലയം തന്നെ നിന്നിങ്ങനെ കാമപാലന്റെ വചനങ്ങൾ കേട്ട കോമളനാകിയ കണ്ണൻ ചൊന്നാൽ കാട്ടിൽ കിടക്കുന്ന സന്യാസി തന്നെയും നാട്ടിലും കൊണ്ടെന്നു വച്ചു പിന്നെ കാട്ടിയ കോട്ടികൾ പോരെയെന്നോർത്തിട്ടോ വീട്ടിലിരുത്തുവാൻ ചിന്തിക്കുന്നു നിട്ടിലെ ലോകത്തിൽ വിക്കുമാറാകുമ്പോൾ കൂട്ടായി വന്നിട ഞാനും ചെമ്മേ പട്ടാങ്ങെന്നിങ്ങനെ തോന്നിയില്ലയെങ്കിലോ ഇഷ്ടമായുള്ളതു ചെയ്തു കൊള്ളൂ ദേവകി നന്ദനൻ ചൊല്ലു കേട്ടു പല ദേവനും ചൊല്ലി ഞാൻ ഏവമപ്പോൾ കൊല്ലാത്ത കാര്യം ചിന്തിച്ചേനല്ല ഞാൻ എല്ലാവരും സമ്മതിയായത്രേ വേദിനി പാലന്മാരായവരും പിന്നെ മോദിതരാകിയ ഭൂസുരരും താപസന്മാരെയും ഭിക്ഷുകന്മാരെയും താപമകലുവാൻ പൂജിച്ചിടും എന്നുള്ള കേളിയും ഇല്ലേ നിനക്കിപ്പോൾ ഇന്നിതിനെന്താ കുറ്റം ചൊല്ലുവാൻ എന്നെല്ലാം ലാങ്കലി ചൊന്നതു കേട്ടപ്പോൾ നിന്നൊരു കണ്ണൻ താൻ എന്ന നേരം
മന്ത്രിച്ചു ചൊല്ലിനാൻ ലാങ്കലി തന്നോട് ചിന്തിച്ചു നിന്നു നുറുങ്ങുന്നേരം സജ്ജനമായുള്ള ഒരു ഇജ്ജനത്തിൽ നിന്നൊരു നിർജ്ജനമായൊരു ഗേഹം ഇപ്പോൾ നിഷ്കളാസേവയെ ചെയ്തു അതിനായിട്ടു സൽക്കരിച്ചിടുന്നതെങ്ങനെ നാം എന്നതു കേട്ടൊരു സിരി താൻ ചൊല്ലിനാൻ കന്യക തന്നുടെ ഗേഹമാവും നിർജ്ജനമായൊരു മറ്റൊരു ദേശവും വിജ്ജനത്തിനു നിരന്നുകൂടാ വർണ്ണിച്ചു നിന്നാല കന്യക തന്നുടെ ചിന്തിതം തന്നെയും വന്നിട്ടുണ്ട് ധന്യനായി നിന്നോരീ സന്യാസി വന്നത് കന്യക തന്നുടെ ഭാഗ്യമത്രേ സേവിച്ചു കൊള്ളും വാഞ്ചിതം നൽകുവാൻ കേവലം ഇന്നിവൻ പോരുമല്ലോ കോമളനായൊരു കണ്ണനോടിങ്ങനെ കാമബാലൻ പറഞ്ഞിരുന്നു നേരം മാധവൻ ചൊല്ലിനാൻ നിന്നിരുന്നപ്പോൾ യാതനിലെന്നു കാട്ടാൻ വാനപ്രസ്ഥത്തിൽ പിന്നിതേ നിന്നൊന്നുമേ ദാനം ചെയ്വാതുമില്ലയല്ലോ മൂലബലാദിയും തിന്നുവനം തന്നെ യാലയമാക്കും നമസ്കരിക്കും പാലും പഴവും ഭുജിച്ചു വസിപ്പൊരു ബാലിക തന്നോട് കുടിച്ചവൻ മംഗലമായും ഇങ്ങനെയുള്ളൊരു സംഗതി എന്നുമേ വന്നുകൂട എന്നെല്ലാം മാധവൻ ചൊല്ലെന്നു കേട്ടു നിന്ന കലതരം ചൊന്നാനപ്പോൾ ഉത്തമനായൊരു താമസം തന്നെത്തും ഇത്തരം ചൊല്ലതു യോഗ്യമുത സാരനായുള്ളൊരു സന്യാസി താനെന്നു നേരെ നിന്നുള്ളത്തിൽ തോന്നിയോ കാമക്രോധാദികൾ കൈവെടിഞ്ഞിങ്ങനെ നാമസ്മരണവും ദേവി നിന്നിടുന്ന കേവലം തന്നെത്തും തേവം നീ എങ്ങനെ ചൊൽവനായി മുന്നല്ലി പർവ്വതം തന്നീനു ചൊന്നതും ഇന്നു പറഞ്ഞതും ചിന്തിക്കുന്നു നേരെ നിലയ്ക്കുന്ന താമസം തന്നോട് പാരമസ്മിയുണ്ടെങ്കിലും ഇന്നു ഞാൻ ചൊല്ലുന്ന നന്മൊഴി കേൾക്കണം വന്നത് കൈവെടിൻ എന്നാലിപ്പോൾ ശർവം മാമീമം അന്നവൻ തന്നത് പൂജയെ ചെയ്തതും മന്നവൻ തന്റെ യോഗത്താലെ നമ്മുടെ സോദരിയായ നിർമ്മലയാകിയ കന്യകത താപസം തന്നോട് സേവ ചെയ്തിങ്ങനെ താപമകന്നവൾ വാഴുന്താലം വന്നിതനായിരം മാമുനി തന്നപ്പോൾ വന്നിട്ട് ഒരു കന്യകൾക്ക് നല്ലൊരു മന്ത്രം ഉപദേശിച്ചു ഇതിന് കല്യാണം എന്നത് കൈവരുവാൻ എന്നത് കൊണ്ടല്ലോ ഭിന്നത കൈവെടിഞ്ഞു മഹാഭാഗനല്ലോ മറ്റൊന്നില്ല ചെറു കന്യകമാരെല്ലാം തന്നുടെ ചൊല്ലു കേട്ടു വീഡിയൻ പൂജിച്ചു ചെയ്തത് മൂലമായി കൈവിട്ടു വാണു കണ്ടാൽ ജലോചനം തന്നോട് നേരോടെ ചെയ്താലെല്ലാം മോദിപ്പിച്ചു മന്ദത കൈവിട്ട് സന്യാസി തന്നോട് പിന്നെ ആസ്മകനായൊരു കന്യകയുണ്ടത് ചൂണ്ടിച്ചിടുവാൻ പറ്റിയോടെ പാദപരാഗങ്ങൾ കൊണ്ടുവരുന്ന ധന്യയായുള്ളൊരു കന്യക ചാലപ്പോ സന്യാസി വന്നത് കണ്ട നേരം പെട്ടെന്ന് എഴുന്നേറ്റ് ദുഷ്ടയാമേവിനാൽ ഇഷ്ടയെ കൊണ്ടുപോകുന്ന പോലെയും തന്നിലെ നന്ദിനെ നന്മ സമാലിച്ചു സന്യാസി എല്ലിതു നിർണയം താൻ എന്നുടെ മാനസം ഖിന്നമാക്കിയിടുവാൻ ചെന്നനായെന്നൊരു കാമനത്രേ കണ്ടത് കൊണ്ടെൻ്റെ അംഗങ്ങൾ മാറ്റുന്നു മിണ്ടുവാൻ അന്നെന്നും വല്ലേ തമ്മേ എങ്ങനെ നിന്നിവൻ പൂജയെ ചെയ്തു ഞാൻ എന്നും കരുതായിപ്പോൾ ഇങ്ങനെ ചിന്തിച്ചു വന്നിച്ചു നിന്നാണ് മംഗലം എന്നുടെ പാദങ്ങളെ വന്നിച്ചു നിന്നൊരു കന്യകയോടവൻ വന്നിച്ചു മന്നമപ്പോൾ മന്മഥ തന്നുടെ മകളെയായൊരു മന്ദിരമായി വിളങ്ങു വിനയത്തെയായുള്ളൊരു രാജനുമായിട്ടും ഇങ്ങനെ എന്നത് കേട്ടൊരു കന്യകാദാനപ്പോൾ കന്യക കിന്നയായി ഇഷ്ടയായുള്ളത് മറ്റൊരു മല്ലൊരു നഷ്ടമായുള്ളൂ ചമഞ്ഞു കൂടി ചൊല്ലിനുള്ള രാശിയെ കോരുവാൻ വിജയൻ വന്നുകൂടി സജ്ജനവാക്കിന് സാധ്യതയില്ലെന്ന് വിജയനും ഫലമായി വന്നുകൂടി കന്നപ്പൻ തന്നുടെ കാന്തിയെ വെല്ലുന്ന സുന്ദരനായൊരു ഭക്തൻ തന്നിൽ മുന്നമേ ചെന്നുള്ളൊരു എന്നുടെ മാനസം തന്നിരയാക്കുന്നു നിന്നെ വന്താൻ ഇങ്ങനെ നന്ദിന മംഗലം താനപ്പോൾ ഗജമാനത്തു നിന്ന നേരം ഭർത്തനോടായിട്ട് ചൊല്ലി നിന്നേടിനാൽ അത്തയായി നിന്നു തന്നിൽ മെല്ലെ നിന്നുടെ കോരകമായി നിന്നുള്ളൂടെ എന്നുടെ മാനസം തന്നെ ഇപ്പോൾ തന്നുടെ കോരകമാക്കി നിന്നേടുന്നതിനെയുമെന്നൊരു സന്യാസി താൻ പാരാതെ വന്ന് നീ പാലിച്ചു കൊള്ളുമെന്നും പാരായ്മയായി വരും പാരമിപ്പോൾ പാരുറ്റു നിന്നൊരു കന്യക ഇങ്ങനെ ചേരുക കൈവിട്ടു നിന്ന നേരം ചന്തത്തിൽ നിന്നുള്ള ചെടി മത്തുലിനാൻ മർദ്ദിച്ചു തങ്ങളിൽ മെല്ലെ മെല്ലെ സന്യാസിമാരുടെ നോക്കിനെ പോലെ എന്നിവൻ നോക്കുന്ന കന്യകയെ കന്യക തന്നോട് കൺമന കൊണ്ടിവൻ കിന്നനായി ചെന്നത് കണ്ടായോ നീ എന്നുടെ ജീവിതം എന്നുടെ കയ്യിലും എന്നിലെ മാനെ നീ മൊള്ളിയാമാലെ കാരുണ്യം ദൂരെ
ചൊല്ലിക്കാണുമോ ചെഞ്ചമ്മയുള്ള ഒരു സന്യാസിയല്ലേ വെൺമഞ്ചകൻ എന്നതേ വന്നുകൂടൂ. ദക്ഷമാരായുള്ള ചേടിമാരിങ്ങനെ ഭിക്ഷുതൻ മൂലമായി ചൊല്ലുന്നേരം ഭിക്ഷയ്ക്ക് വേണ്ടുന്ന സാധനം നിർമ്മിപ്പാൻ അക്ഷരം പോയാൽ കന്യക പോയപ്പോൾ കിന്നനായിരുന്ന ഒരു സന്യാസിതാൻ കന്യക തന്നെ ചിന്തിച്ചു തന്നെയും കൂടിയും പറഞ്ഞ നേരം വന്ദിപ്പാനായിട്ട് വന്നുള്ളവരെല്ലാവരും വന്ദിച്ചു എന്ന് പറഞ്ഞ ഇങ്ങനെയുള്ളൊരു സന്യാസ തന്നെ കുഞ്ഞുമേ വല്ലില്ല എന്നുമേ താൻ കാലമെത്തിയിരുന്നു രാജനം തന്നിലെ മനസ്സിലേക്കാലേ എന്നാലേ സ്വർഗത്തെ കൈവിട്ടു ചിന്തിയായിട്ട് വിസ്മയിച്ചിങ്ങനെ തന്നവരെല്ലാവരും വിശ്വസിച്ചങ്ങനെ പോയ നേരം വധക്ഷമായൊരു കന്യക വന്നുടൻ മുൾക്കടമാൽ കൊണ്ടു മിക്കതും വെന്തും കൊണ്ടവും പാടുന്ന നന്നായി ചാടനൊരു പത്രവുമില്ലാക്കി പിന്നെ മുറുക്കുന്ന നിർമ്മലങ്ങളെ വേദന പോകുന്നവരുള്ളതുമായി മുന്നിലിരുന്നവർ വീട്ടുണ്ടായിരുന്നു കന്യക പത്രത്തിലാമാരും വീണുകൂടി ഭക്ഷണം പിന്നെ കന്യകനെ വാഴപ്പഴങ്ങളും ചാടിക്കളഞ്ഞത് ചാവല്യക്കായി അത്തോല് തന്നെ വിളമ്പി നിന്നിരുന്ന അജിത്തമ്മ ഇങ്ങനെ ലിംഗനായും പത്രത്തിലായുള്ള കണ്ടോലി തന്നെത്താൻ കരുത്തുമകന്നങ്ങ് സംഭ്രമിച്ചിരുന്ന കന്യക താൻ മുമ്പിലേ വേണ്ടത് പിമ്പിൽ വിളങ്ങിന പിമ്പിലേ വേണ്ടത് മുമ്പിൽ തന്നെ ഇങ്ങനെ വന്നവേ ഒന്ന് പറഞ്ഞില്ല കന്യക മുന്നിലിരുന്നവൻ്റെ നിജമായി ഇങ്ങനെ വിജയം വേണ്ടതെന്ന് ശ്രമിച്ചിരുക ആലയത്തിൽ ശ്രമിച്ചിടുവാൻ വിസ്തൃതയാകുവൻ സംശയമായിട്ട് തോന്നുന്ന നേരം വേറൊരു വേദന കൊണ്ടവൻ വീണു കലർന്നു പറയുകയാലേ ദീപമുണ്ടായ പിഴഞ്ഞു കളഞ്ഞവൻ ദീപമെല്ലാം ചൊല്ലും പിന്നെ ദീപവും കൊണ്ടവൻ വന്നത് കാണുമ്പോൾ ശകലം കൊണ്ടൊന്ന് വേർത്തു നിൽക്കും പിന്നെയും പോയവൾ മന്ദിരം പോകുമ്പോൾ പിന്നെ വെട്ടോലെ പറയുകയെല്ലാമേ ഒരു കളഞ്ഞിട്ടോ നേരില്ല എന്നങ്ങ് ചൊല്ലും പിന്നെ നീരമായി വന്നവൾ പിന്നെയും പോകുമ്പോൾ ധീരത നോക്കുമ്പോൾ കാരം ബന്ധാൻ കണ്ടുകൂടെയായിട്ടെത്തുന്നു പിന്നിട്ടു മറ്റൊന്ന് ചൊല്ലി വിളക്കുമ്പോൾ ഇങ്ങനെ ഓരോരോ രാത്രികൾ പിന്നിട്ട് എന്നുള്ള പാടിയുടെ തന്നിലും തന്നിലേ നിന്നും പുനർന്നാലും കന്യക തന്നിലെ കാംക്ഷയാലി കുറച്ചധികം വായിച്ചിട്ട് നമുക്ക് തീർക്കാം ബാബുക്കവരും വായിക്കാണ്ട് കുറേ കന്യക തന്നെ തുടങ്ങി മെല്ലെ മെല്ലെ ആയ പറഞ്ഞു യോഗ്യമല്ലാതൊരു വിശുദ്ധൻ മേലെ ഭാഗ്യമില്ലാതെ ആ ജന്മവിപ്പം ഉത്തമമായ കുലത്ത് മുളച്ചെനിക്ക് ഇത്തരം തോന്നുവാൻ എന്തിനായാൽ ഭക്തനിലുള്ളൊരു മാനസം എന്നിനെ തീർത്ത് തീ ആർത്തിക്കാൻ അങ്ങനെ ആയിക്കൂടി ഓർത്തു പിന്നീടും നന്മതനിൽ എന്നെ കൂട്ടും എന്നെ വന്ന് നോക്കുകൊണ്ട് ഇവനിങ്ങനെ കഴിക്കുമെങ്കിൽ യോഗ്യമല്ലേതും ചെയ്യുവാനും നിൽക്കുമാർ എങ്ങനെ ലോകവിഷ്ണുവിൽ കണ്ണനൊരു സോദരിയായൊരു കന്യകയല്ലോ ഞാൻ നൂനമെന്നാൽ ഇജന്മം ഇങ്ങനെ ദുഃഖമ പാടിയിൽ മധ്യനം നന്നന് തന്നെ കിന്നയായി വന്ന് നിന്ന നേരം നേതൃത്വ നിന്നുള്ള ചേരുമത്തങ്ങളിൽ ഉമ്മയെ എന്നുള്ളത് മൂടിമല്ലേ കന്യക തന്നുടെ രാഗം എന്നുള്ളത് ഓരനുടെ ഇങ്ങനെ മന്ത്രിച്ചു പോരുമ്പോൾ മന്ത്രി ഇതാരെ പറഞ്ഞതാണ് ചൊല്ലി നിന്നിടുന്ന തിരിച്ചുള്ള മർദ്ദനായി നിന്നൊരു കാരണം തന്നെ നീ ഹസ്തങ്ങൾ കൊണ്ട് മറച്ചു വെച്ചാൽ എന്നെ യോവന്തിക്കാം ഇങ്ങനെ ചൊല്ലുന്ന മുന്നിൽ യോഗനെ വന്ദിക്കാമോ സന്യാസി തന്നെയും മുന്നിട്ടു നിന്നുള്ള കന്യക തന്നുടെ വാർത്തയെല്ലാം മാലോകർ ചൊന്നത് കേട്ട് നിന്നെ ഇടനാൽ മാലിയും നേടുന്നു മാനസത്തിലെ നമ്മെ പൊങ്ങാട് അന്നര വാർത്തയിൽ അങ്ങാടി പാട്ടായി വന്നുകൂടി എന്നത് കേട്ടത് പിന്നെയും ചൊല്ലുതായി മാലോകർ അന്തവും ആദ്യം ചിന്തിച്ചു ഇന്നല്ല അന്ധന്മാരായിരുന്നു ചൊല്ലിനായ ഒന്നുണ്ടോ കൂടി ഞാൻ എന്നത് കേൾക്കുന്നത്
സന്യാസിമാരിൽ കന്യക തന്നിൽ എന്നുമേ ചൊല്ലുക നല്ലതെല്ലാം കന്യക തന്നെയും കാവിച്ചു വന്നൊരു കാവനെന്ന് മന്നവരൻ എന്നതേ വന്നു കൂടും വീരന്മാരായുള്ള യാദവന്മാരിൽ ആരുമേ ഇല്ല ഇത് കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ തന്നെ കഷ്ടമേ കൊണ്ട് തമ്പോട്ട് പോകിലോ കഷ്ടമായല്ലോ താൻ വന്നു ഇങ്ങനെ കേട്ടവൾ അങ്ങനെ ചൊല്ലിനാൾ എങ്ങനെ ഇന്നത് വന്നുകൂടൂ മല്ലാരി തന്നെ മന്നീരൻ താനിത് വല്ലായ്മയാരാനും വന്നു ചെയ്യിൽ അന്നവൻ തന്തല നുറുക്കിയിട്ട് കന്യക തന്നെയും കൊണ്ടുപോരും എന്നതു കൊണ്ടുള്ള വാർത്തകൾ നിന്നാലും എന്നുമേ ഇന്നിത് വന്നുകൂടാ എങ്ങുന്നു പോകുന്നു ചാരത്തോടെങ്കിലോ പോകനാം എന്നെ വേണ്ടു ഗൂഢമായി നിന്നുള്ള പറഞ്ഞുള്ള ചെടിമാർ കേടറ്റ മന്ദിരം പോകുന്നേരം വൃഷ്ണികളെല്ലാവരും ദൈവത പൂജയ്ക്കു കൃഷ്ണനെ മുന്നിട്ടു പോയാരപ്പോൾ സുന്ദരിയായൊരു കന്യക താനും തൻ മന്ദിരം തന്നിൽ നിന്നെന്ന നേരം സുന്ദരമായൊരു ചെന്തനമേരിത്തൻ സുന്ദരിമാരുമായി മന്ദമന്ദൻ ദുർഗമായുള്ളൊരു മാർഗവും പിന്നിട്ടു നിർഗമിച്ചിടിനാർ നീതിയോടെ ചിരി തുടങ്ങിന വീരന്മാരങ്ങൊരു കാര്യം ചിന്തിച്ചു ദൂരത്തപ്പോൾ ഒക്കവെ പോകുന്ന തക്കവും പാർത്തുള്ള തസ്കരനായുള്ള മസ്കരിതാൻ ചാരത്തു ചെന്നവൾ തേരിലങ്ങേരി നിന്നാരബ്ധ ലീലനായ ആദരവിൽ പല്ലവം വെല്ലുന്ന പാണിയെ പാരാതെ മെല്ലവെ പൊന്മതിനൊങ്ങുന്നേരം തോയ് മന്ദമായി ചൊല്ലിനാൾ സുന്ദരി എന്നപ്പോൾ വന്നിച്ചു നിന്നവൻ പാദങ്ങളെ ബന്ധങ്ങളെല്ലാമേ വേർമുറിഞ്ഞിടിന എന്തിതു തോന്നുവാൻ തമ്പുരാനെ ഇത്രമേൽ വന്നു കരേറി നിന്നൊരു നിൻ പക്തിക്കു ഭൂഷണം ചെയ്യല്ലാതെ ഉജ്ജ്വലനായുള്ളൊരർജുനൻ തന്നിലെ മജ്ജനം ചെയ്തോ നിന്നുള്ളമെന്നാൽ സജ്ജനായി വന്നു നിൻ അർജുനൻ വേണം നിജ്ജനത്തിനുടെ പാണി പോന്മാൻ കോമള തന്നെ തൂമൊഴിയായൊരു മാത്മതും പെയ്തു കുളിർക്കയാലെ കോൾമയെ കൊണ്ടവൻ ആമോദം തന്നെ കോമരമായി നിന്നുന്ന ചൊന്നാൽ ഉണ്മയെ കേട്ടൊരു സുന്ദരി തന്നെ നന്മുഖം ചാലെ വിരിഞ്ഞുതപ്പോൾ വാരിട്ടു നിന്നൊരു സൂര്യനെ കണ്ടൊരു വാരിജ കോരകം എന്ന പോലെ സംഭ്രമം കൊണ്ടവൾ ഒന്നുമേ വല്ലാതെ കമ്പവും പൂണ്ടു വിളങ്ങി നിന്നാൾ നാണവും പൂണ്ടു നടുങ്ങി നിന്നിടുന്ന മാനിനി തന്നുടെയുള്ളമപ്പോൾ പായസം കണ്ട ബുഭുക്ഷിതൻ തന്നെ മാനസം പോലെ ചമഞ്ഞുകൂടി ഇഷ്ടമായുള്ളതു കിട്ടുക മൂലമ തുഷ്ടനായുള്ളൊരു പാർത്തനപ്പോൾ പേയറ്റു നിന്നൊരു ചായയും താനുമായി പോയി തുടങ്ങി ഞാനങ്ങു നോക്കി വണ്ടേലും ചായല തന്നെയും കൊണ്ടവൻ വണ്ടി നിന്നിടുന്നു നിന്നിങ്ങനെ സൃഷ്ടികളായുള്ള യാദവന്മാർക്കെല്ലാം ഘോഷമുണ്ടായതു വന്നുതപ്പോൾ സീരി താരിങ്ങതു കേട്ടൊരു നേരത്തു സീരവും പാരാതെ കയ്യിലാക്കി അന്തമില്ലാതൊരു കോപവും പൂണ്ടു നിന്നന്തകന്മാരോടു കൂടിച്ചെമ്മേ ഭീതിയെ കാണാതൊരന്തകനുള്ളിലും ഭീതിയെ പൊങ്ങിച്ചു ഭീഷണനായി നോക്കിനെ കണ്ടോ ഈ പായിടമെല്ലാം തീക്കനലാക്കുന്നോനെന്ന പോലെ നില്ലെന്നതെ ചൊല്ലി നിന്നങ്ങിനെ ചെല്ലത്തുടങ്ങി നനങ്ങു നോക്കി കോപിച്ചു പോകുന്ന ലാങ്കലി തന്നെ കോപത്തെ കണ്ടൊരു ഗോവിന്ദൻ ഓടിച്ചെന്നങ്ങവൻ കോപത്തെ പോക്കുവാൻ കേരത്തെ വാക്കുകൾ ഓടി നിന്നാൽ പാത്തനി നിന്നുടെ ചീത്തേഴും കോപത്തിൻ പാത്തമായി വന്നതിനോർത്തു കണ്ടാൽ വീരനായുള്ള ഒരു കേസരി തന്നെ നേരായി പോരുമ പഴുക്കുറൻ സ്ഥിരവുമായിട്ടു പാരാതെ ചെന്നങ്ങു നേരിട്ടു നിന്നു കതിർക്കിലിപ്പോൾ മാധവി തന്നെ മംഗലസൂത്രത്തിൻ ബാധയെ ഒഴിച്ചേതുമില്ലേ സോദരി തന്നെ വേദന കണ്ടുകണ്ട് ആദരവോടതിലാടി നിൽക്കാം ഉണ്മയെ ചൊല്ലിയില്ല പാണ്ഡവൻ നമ്മുടെ സംബന്ധിയായിട്ട് വന്നാനല്ലോ ചീറ്റവും കൈവിട്ടു പാരാതെ ചെന്നു നീ നേറ്റവും മാനിക്ക വേണ്ടതിപ്പോൾ നാം ഒഴിച്ചാരിനി പ്രേമവും പൂണ്ടു നീ ഓമനിച്ചിടുവാൻ ഓർത്തു കണ്ടാൽ ഇത്തരമായുള്ള ഒരു യുക്തികൾ കൊണ്ടവൻ ചിത്തമയച്ചു ചമച്ചു പിന്നെ കോപിച്ചു പായുന്ന യാദവന്മാരുടെ കോപവും പോക്കിനാൻ വാക്കുകൊണ്ട് സാങ്കീതാനിങ്ങനെ ചൊന്നതു കേട്ടോരു ലാങ്കലി തന്നൂടെയുള്ള മപ്പോൾ നിധിയും ചിന്തിച്ചു കോപവും കൈവിട്ടു ശീതളമായി ചമഞ്ഞു കൂടി എറിയിരുന്ന പോലി കാണും തന്നെയും പാരാതെ നൽകിനാൻ പാത്തനായി തുഷ്ടനായി വന്നവൻ തന്നോടു കൂടെ പോൽ ഇഷ്ടമായി നിന്നവൻ മന്ദിരത്തിൽ കല്യാണമായുള്ളതെല്ലാമേ ചെയ്യിച്ചു മെല്ലവേ പൊന്നിങ്ങു വന്നു പിന്നെ വൃഷ്ണികൾ ചുരുറ്റു കൃഷ്ണനും താനുമായി വൃത്തികളൊരു നീ ആചരിച്ചാൽ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി സർവ
സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ നമഃ. ഇന്നത്തെ പാരായണം ഭഗവാന്റെ തൃക്കാലത്തിൽ സമർപ്പിക്കുന്നു. ഓം തത്സത്.